എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം 200 കടന്നതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. രണ്ടുപേരുടെ നില ഗുരുതരമാണ്. രോഗബാധിതർക്ക് സഹായം നൽകാൻ വേങ്ങൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ധനസമാഹരണം തുടങ്ങി. മഞ്ഞപ്പിത്ത ബാധ രൂക്ഷമായ കളമശ്ശേരി നഗരസഭ പരിധിയിൽ സൂപ്പർ ക്ലോറിനേഷൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, ഈ മഞ്ഞപ്പിത്ത രോഗബാധ അതിന്റെ വ്യാപനം എത്രത്തോളം ഗുരുതരമാണ്? കൊച്ചിയിൽ 200 കടന്നിരിക്കുന്നു മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം. പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചു വരികയാണ്. നിലവിൽ 217 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരിൽ 51 പേരോളം ഇപ്പോഴും ആശുപത്രിയിലുണ്ട്. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഈ രോഗം സ്ഥിരീകരിച്ച ആളുകളുടെ അല്ലെങ്കിൽ ആശുപത്രിയിൽ നൽകാനുള്ള പണവുമായി ബന്ധപ്പെട്ട് അവർ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ സർക്കാരിൽ നിന്ന് ധനസമാഹരണം അല്ലെങ്കിൽ സഹായങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പഞ്ചായത്ത് നേരിട്ട് ധനസമാഹരണത്തിനായി ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ മുൻപോട്ട് അല്ലെങ്കിൽ ധനസമാഹരണത്തിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചത്. ഈ കടകളും അതോടൊപ്പം തന്നെ വീടുകളും കേന്ദ്രീകരിച്ച് ധനം സമാഹരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു പൊതുവായ അക്കൗണ്ട് രൂപീകരിച്ച് അതിലേക്ക് ഫണ്ട് സമാഹരിക്കാനാണ്. അത് ചില ആളുകളിൽ നിന്നും അതോടൊപ്പം തന്നെ വീടുകൾ കയറിയും കടകൾ കയറിയൊക്കെയാണ് ഈ ധനസമാഹരണം പുരോഗമിക്കുന്നത്. ഇന്ന് നിലവിൽ കുമ്പനാട് എന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ ധനസമാഹരണം തുടങ്ങിയിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം മറ്റ് വാർഡ് മെമ്പർമാരും എല്ലാവരും ചേർന്നാണ് ഈ ധനസമാഹരണം നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനോട് തന്നെ ഇക്കാര്യം വ്യക്തമായി ചോദിക്കാം. എന്താണ് നിലവിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ധനസമാഹരണത്തിലൂടെ പരമാവധി പൈസ ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? നമുക്ക് പഞ്ചായത്തിന്റെ വളരെ ക്രിട്ടിക്കലായിട്ട് ഐസിയുവിൽ കിടക്കുന്ന രോഗികളിലേക്ക് ധനസഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മളിങ്ങനെ ഒരു സഹായനിധി രൂപീകരിച്ചത്. അപ്പൊ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ തുടങ്ങിയെങ്കിലും വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. കാരണം എല്ലാവരും 500 രൂപ കുറഞ്ഞ ആരും തന്നെ നമുക്ക് തരുന്നില്ല. ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും നല്ല സുമനസ്സുകൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് പരമാവധി കിട്ടുന്ന പൈസ നാളെ തന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകളിലേക്ക്, ഐസിയുവിൽ കിടക്കുന്ന കുടുംബത്തിലേക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ആരോഗ്യമന്ത്രി കണ്ടിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഈ സഹായവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ? വളരെ നല്ല രീതിയിൽ ഇവിടെ നടന്ന പ്രവർത്തനങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ അങ്ങോട്ട് പറയണേക്കാൾ നന്നായിട്ട് ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. നല്ല രീതിയിൽ ഏകോപിപ്പിച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മന്ത്രിയായിട്ട് ഇവിടെ വരുന്ന കാര്യം നമ്മുടെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായ പി രാജീവ് മിനിസ്റ്ററോടും അതോടൊപ്പം തന്നെ നമ്മുടെ ഇറിഗേഷന്റെ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ച് 3 പേരും കൂടി ആലോചിച്ച് ഇതിൽ എന്ത് ചെയ്യാൻ സാധിക്കും, വെള്ളത്തിന്റെ ഒരു സോഴ്സിൽ നിന്ന് വന്നതായതുകൊണ്ട് അതിൽ എന്ത് രീതിയിൽ നമുക്ക് നടപടിയെടുക്കാൻ സാധിക്കുമെന്ന് സംസാരിച്ചതിന് ശേഷം പറയാമെന്നാണ് പറഞ്ഞത്. വാട്ടർ അതോറിറ്റി ടാങ്കിൽ നിന്ന് ഈ മഞ്ഞപ്പിത്തം ബാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ അത്തരത്തിലൊരു റിപ്പോർട്ടും നൽകിയിരുന്നു. അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു. അതിലും ഒരു തീരുമാനം ഉണ്ടാകും. എന്നാലും നിലവിൽ ഏറ്റവും അടിയന്തരമായി നൽകാനുള്ളത് 2 പേർക്ക് പണം നൽകാനുണ്ട്. അഞ്ജനയ്ക്കും അതോടൊപ്പം തന്നെ ശ്രീകാന്തിനും. അവർക്ക് വേണ്ടിയുള്ള ധനസമാഹരണമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊമ്പനാട് നിന്ന് സച്ചിനൊപ്പം വിഷ്ണു സുരേഷ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഈ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ധനസമാഹരണത്തിലൂടെ ഈ നിർധനരായ രോഗികൾക്ക് സഹായം എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളും വേങ്ങൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. മഞ്ഞപ്പിത്ത ബാധ രൂക്ഷമായ കളമശ്ശേരി നഗരസഭാ പരിധിയിൽ സൂപ്പർ ക്ലോറിനേഷൻ നടപടികളും തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.